everyone, welcome back to my channel. ഇന്ന് ഞാനുള്ളത് ബ്രൂഷിലാണ്. ഇത് ജസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗ് മാത്രമല്ല, ഇതൊരു ലേഡീസ് ഒൺലി ട്രിപ്പും കൂടിയാണ്. നമ്മൾ കുറേ കാലമായി ഒരു ലേഡീസ് ഒൺലി ട്രിപ്പിന് വേണ്ടിയിട്ട് കുറേ ആലോചിക്കുന്നു, പോകണം. ആൻഡ് ഫൈനലി വി ആർ ഇൻ ബ്രൂഷ്. സോ അതിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഗോ വാച്ച് ഇറ്റ്. ഒരു 3:40 ഞങ്ങൾ ബസ് ഫ്രം ലക്സംബർഗ് ടു ആൻവേർപ്പിൽ എത്തിയപാട് ഒരു 2.5 hours കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് ബസ് ഉള്ളത്. അപ്പം എത്തിയപാട് നോക്കുമ്പോൾ ഷോപ്പൊന്നും തുറങ്ങിയില്ല. രാവിലെ ആയതുകൊണ്ട് ഷോപ്പൊന്നും തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവസാനം പെട്ടിയും സാമാനങ്ങളൊക്കെ എടുത്ത് നടന്നു. ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും എടുത്തു. ആൻഡ് ഫൈനലി ഞങ്ങളൊരു മോള് കണ്ടുപിടിച്ചു. ആ മോൾ ഓപ്പൺ ആയിരുന്നു. കണ്ട മോളായിട്ട് തോന്നുന്നില്ല, ഒരു പാലസ് അറ്റ്മോസ്ഫിയർ പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര പോഷ് ആയിട്ടുള്ളൊരു മോളായിട്ട് തോന്നുന്നു. അവിടുന്ന് ഞങ്ങൾ ചായയും കോഫിയൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ കുറച്ച് ചുറ്റി നടന്നു. നെക്സ്റ്റ് ബസ് 10:40 ഫ്രം ആൻവേർപ്പ് ടു ബ്രൂഷ്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബ്രൂഷിലെത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഒരു 12:10 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രൂഷിലെത്തി. 3 മണിക്കായിരുന്നു ഞങ്ങൾ ചെക്ക് ഇൻ ടൈം ഇൻ ഹോട്ടൽ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നേരത്തെ ചെക്ക് ഇൻ ചെയ്യുക ആൻഡ് ലഗേജസ് തൽക്കാലം അവിടെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലഗേജസ് ഒക്കെ അവിടെ വെച്ചു, ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ആൻഡ് ഒന്ന് ജസ്റ്റ് പുറത്ത് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വീറ്റ്സ് ഉണ്ട്, വൈൻ ബോട്ടിലുണ്ട്, ഈവൻ ബ്രഷ് ആൻഡ് പേസ്റ്റ് വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈൻ, എവറിത്തിങ് ഈസ് അവൈലബിൾ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആകെ 10 minutes വാക്കുള്ളൂ ബ്രൂഷ് സിറ്റിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാൻ വിചാരിച്ചു. ആൻഡ് പോകുന്ന വഴിക്ക് സിറ്റിയൊക്കെ ഫുള്ള് നല്ലോണം കണ്ടു. ഫുൾ ജിഞ്ചർ ബ്രെഡ് സ്റ്റൈലുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഫുള്ള് ഉള്ളത്. പിന്നെ കുറേ ചോക്ലേറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ബെൽജിയം ഇസ് നോൺ ഫോർ ഇറ്റ്സ് ചോക്ലേറ്റ്സ്. അപ്പം കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉള്ള ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുമായിരുന്നു. പിന്നെ ഈ സിറ്റീൻ്റെ മെയിൻ ചാമിങ് ആയിട്ടുള്ളത് ഈ കെനാൽസ് ആണ്. അപ്പോൾ ഞങ്ങളൊരു കെനാൽ റൈഡിന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങൾ ഈ കെനാൽ റൈഡിന് വേണ്ടിയിട്ട് കയറിയത്. ഞങ്ങൾ ബോട്ട് ഓടിച്ചത് ഒരു ലേഡി ആയിരുന്നു. അപ്പം ഷീ സെഡ് ഷീസ് എ തേർഡ് ലേഡി ടു റൈഡ് എ ബോട്ട് ഓവർ ഇയർ. അപ്പോൾ അതൊരു ഫാസിനേറ്റിംഗ് ഫാക്റ്റായി തോന്നി. പോകുന്ന വഴിക്ക് ഓരോ ബിൽഡിങ്സിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും ബ്രൂഷിൻ്റെ സിറ്റീനെ പറ്റിയിട്ടൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരും. ഈ കെനാൽസിൻ്റെ ഉള്ളിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് സ്വാനെ കാണാം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും സ്വാനെ നമ്മൾ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്താൽ 5 കൊല്ലമാണ് തടവ് ശിക്ഷ. ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ പെയ്തു. പിന്നെ എല്ലാവരും കോടയൊക്കെ തുറന്നിട്ടായിരുന്നു കെനാൽ റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെൽജിയം വാഫിൾസ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഹൗസ് ഓഫ് വാഫിൾസ് എന്ന സ്ഥലത്ത് നമ്മൾ കയറി ആൻഡ് അടിപൊളി ബെൽജിയം വാഫിൾസ് അവിടുന്ന് ട്രൈ ചെയ്തു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വെതർ കുറച്ച് ഭയങ്കര മോശമായി, ഭയങ്കര മഴയായിരുന്നു. ആൻഡ് ഫൈനലി വി എൻഡഡ് അപ്പ് ഫോർ ഷോപ്പിംഗ്. ഹായ് എവ്രി വൺ. ഇപ്പം ഞാൻ ബ്രൂഷിൻ്റെ റൂം ടൂറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് NH ബ്രൂഷ് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. സോ കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു 2 പീപ്പിളിന് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം. പിന്നെ
ഇവിടെ ഒരു അൽമാര, ഒരു എസ്തറ്റിക് മേത്തൊരു റൂമാണ്. കുറച്ച് പഴയ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് സാധനങ്ങളും ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് റൂമാണ്. പിന്നെ ഇവർ നമുക്ക് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ട്, വെള്ളം, പിന്നെ കോഫി, എവറിത്തിങ് ഇസ് ദെയർ. പിന്നെ ഇവിടെ വ്യൂ ഉള്ളത് വെച്ചാൽ ബ്രൂജിൻ്റെ സിറ്റി വ്യൂ ആണ് കാണുന്നത്. ഒരു ചെറിയ ബാൽക്കണി ഈസ് ഓൾസോ ദെയർ. ഫുൾ സിറ്റി വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തും സെയിം ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് വാഷ്റൂമാണ്. അപ്പം ഇതാണ് വാഷ്റൂം. എനിക്ക് ഈ വാഷ്റൂമിൻ്റെ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടൈൽസ് ആണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പഴയ ഒരു സ്റ്റൈലിൽ, ഒരു വിൻറ്റേജ് സ്റ്റൈൽ ഓഫ് ഒരു കൈൻഡ് ഓഫ് വാഷ്റൂമാണ്. സോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ദാറ്റ്സ് ആ റൂം ടൂർ ഇൻ ബ്രൂഷ്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ഒക്കെ ആയി, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ആൻഡ് ദാറ്റ് വാസ് ആർ ഡേ 1. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമുക്ക് ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും നല്ലൊരു തട്ടിൽ തന്നെ തട്ടി. അപ്പോൾ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റൂം വെക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ജസ്റ്റ് സിറ്റിയിലൊക്കെ ഒന്ന് പോകും. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് പോകും. ഒരു 4:30ക്കാണ് നമ്മളെ ബസ് ടു ബ്രസൽസ്. അപ്പം 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ബസ്സിൽ കയറും. പിന്നെ ബ്രസൽസ് എത്തും. പിന്നെ അവിടുന്ന് ഒരു 2 hour ഹോൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ലക്സംബർഗ്. അപ്പോൾ ഒരു 11 o'clock ആകുമ്പോഴത്തേക്ക് ലക്സംബർഗിലേക്ക് തിരിച്ചെത്തും. അപ്പം ദാറ്റ് വിൽ ബി അവർ റാപ്പ്. സോ യാ. ആൻഡ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ഒക്കെ ചെയ്ത് ലഗേജസ് ഒക്കെ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ വെറുതെ സിറ്റിയിൽ കൂടെ നടക്കാൻ വേണ്ടി പോയി. നമ്മളൊരു ചേർച്ചിലേക്കാണ് പോകുന്നത്. അപ്പം അത് തപ്പിയുള്ള നടത്തുന്നത്. പോകുന്ന വഴിക്ക് ഒരു പഴയൊരു ബിൽഡിംഗ് കണ്ടു. നോക്കുമ്പോൾ അതൊരു മ്യൂസിയം ആയിരുന്നു. അപ്പം ജസ്റ്റ് അതിലൊന്ന് നടന്നു പോവാൻ വിചാരിച്ചു. ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചേർച്ച് കാണാം. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു വന്നു. ഇത് ബ്രൂഷിൽ വൺ ഓഫ് ദ വെരി ഫേമസ് ആയിട്ടുള്ളൊരു ചേർച്ചാണ്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് 12th centuryയിലുള്ള ഒരു ചാപ്പലാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിനാണ് മെയിനായിട്ട് പോയത്, ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ മെയിൻ ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഇത് എന്താ വെച്ചാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡ് ഉള്ള ഒരു ക്ലോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ ആക്ച്വലി പോയത്. പക്ഷേ രാവിലെ അത് കാണിക്കൂല പറഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 2 to 4 ആണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് താഴെയുള്ള ചാപ്പലിന് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്താ അറിയില്ല, മഴയ്ക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു. ആൻഡ് ഫൈനലി വി എൻഡഡ് അപ്പ് ഇൻ സോവിനിയർ ഷോപ്പിംഗ്, പിന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ നടത്തി. ഒരു 2 o'clock ആയപ്പോൾ നമ്മൾ വീണ്ടും ആ ചേർച്ചിലേക്ക് പോയി. ബിക്കോസ് ആ ഹോളി ബ്ലഡ് ക്ലോത്ത് കാണാൻ വേണ്ടിയിട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ. പിന്നെ ക്യാമറാസ് അവിടെ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ലഞ്ചിനായിട്ട് ഒരു പിസേറിയിൽ കയറി അവിടുന്ന് പിസ്സ ഒക്കെ കഴിച്ചു. ഒരു 4:30 ആയപ്പോൾ വി സെറ്റ് ബൈ ടു ബ്രൂഷ്. ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറി. ഈ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് ബ്രസൽസ്. ആൻഡ് ഫൈനലി ഒരു 6 o'clock ആകുമ്പോൾ ഞങ്ങൾ ബ്രസൽസിൽ എത്തി.
ഫൈനലി നമ്മൾ ബ്രസൽസിലെത്തി. അപ്പം നമ്മൾ വല്ല ഷോപ്പോ അല്ലെങ്കിൽ കെഫേ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ വി ആർ വാക്കിംഗ് ലൈക്ക് ഏതെങ്കിലും ഒരു കെഫേ ഷോപ്പ് ഒരു 2 hours നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മളെ ബസ് ഇനി 8:40 ഇപ്പം ആകെ 6 o'clock ആയിട്ടുള്ളൂ. 2 hours പോസ്റ്റാണ്. അപ്പം അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. സോ യാ. ആൻഡ് ഫൈനലി നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ നല്ല തായ് ഫുഡൊക്കെ കഴിച്ചു. ഒരു 8:40 ആയപ്പോൾ നമ്മൾ വീണ്ടും ബ്രസൽസിനോടും ബായ് പറഞ്ഞു. ലഗേജൊക്കെ കയറ്റി അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്നു. എല്ലാവർക്കും കുറച്ച് വിഷമമുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ വീണ്ടും ബാക്ക് ടു ലക്സംബർഗിലേക്കാണ് തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മളൊരു ട്രിപ്പും അവസാനിച്ചിരിക്കുന്നു. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ ബ്രൂഷ് വ്ളോഗ്. സത്യം പറഞ്ഞാൽ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയ ഒരു ട്രിപ്പാണ്. ആൻഡ് ഫൈനലി ഇറ്റ് എൻഡഡ് ലൈക്ക് ദിസ്. ഇവരെല്ലാവരുമായിട്ട് എനിക്ക് ആക്ച്വലി മാസങ്ങളായിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പം എനിക്ക് ഇവരായിട്ട് കൂടുതൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഗുഡ് മെമ്മറീസ് ഓൾസോ വി ക്രിയേറ്റഡ്. സോ ഐ ഹോപ്പ് യു എൻജോയ് മൈ വ്ളോഗ്. സോ ബൈ, ഹാവ് ഫൺ.